ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ചിക്കനും വെച്ച് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. എല്ലാത്തിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 800 ഗ്രാം ചിക്കന് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. 800-ന് പകരം നിങ്ങൾക്ക് 1 കിലോ ചിക്കനിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ ബ്രസ്റ്റ് എടുക്കണമെന്നില്ല, മുഴുവൻ ചിക്കനായിട്ടായാലും എടുത്താൽ മതിയേ. ഇത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലതായിട്ട് അതിൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി, അല്ലാതെ വേഗേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതങ്ങ് കോരി മാറ്റാം. അതേ എണ്ണയിൽ തന്നെ 3 ഉരുളക്കിഴങ്ങ് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞു വെക്കാം. ഇവിടെ ഞാൻ 3 വലിയ സവാള, 8 അല്ലി വെളുത്തുള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചോപ്പറിൽ എല്ലാം കൂടെ ഒന്നിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് കോരി മാറ്റാം. വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ബാക്കി വന്നേക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് ഈ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയൊക്കെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഒന്ന് കളറൊക്കെ മാറി വരുന്ന പരുവം, ഈ ഒരു പരുവായി വന്നാൽ മതി. നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ നല്ലതായിട്ട് നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നും കൂടി ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. 2 മീഡിയം തക്കാളി അരിഞ്ഞെടുത്താണ്, അത് ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അതുകൊണ്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് വെള്ളം ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ പകുതി വരെ വെന്ത് വന്നിട്ടുള്ളല്ലോ, അപ്പോൾ അത് വേവിച്ചെടുക്കുക. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കന് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി ആണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 ക്യാഷിനിട്ട് 1/4 ഗ്ലാസ് പാലിൻ്റെ അകത്ത് കുതിരാൻ വെക്കുക. ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കുക. കുതിർന്ന് കഴിയുമ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത് കേട്ടോ. ഇത് ഈ ചിക്കൻ കറിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇത് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ക്യാഷ്നട്ടിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിക്കനേക്കാളും ഇതിൽ ടേസ്റ്റ് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതാണ് കേട്ടോ. ഇത് പൊറോട്ടയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ, ഫ്രൈഡ് റൈസ്, ചോറിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ ഗരം മസാലയുടെയൊക്കെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്കത് കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.